നമസ്കാരം. കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ചേർത്തലയിലെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിയുമ്പോൾ ഈ കൂട്ടുകാരോടൊക്കെ കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ചുമ്മാ നടക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കുണ്ടായിരുന്നു. ചേർത്തലയിലെ ഇൻഫോ പാർക്കിൻ്റെ കോമ്പൗണ്ട് വിശാലമായി ഇങ്ങനെ കിടക്കുകയാണ്. അതിനകത്തൊരൊറ്റ ബിൽഡിങ്ങേ ഉള്ളൂ. ആ ബിൽഡിംഗ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വിജനമായി കിടക്കുകയാണ്. കുറച്ചപ്പുറത്ത് മാറി KSEBയുടെ സബ്സ്റ്റേഷനുണ്ട്. അങ്ങോട്ടും ഇതിലേക്കൂടെ തന്നെ വഴി. KSEBയുടെ സബ്സ്റ്റേഷനിലേക്കുള്ള വഴിയിലൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നത് വളരെ വിരളമാണ്. അങ്ങോട്ടുള്ള ജീവനക്കാരും സെക്യൂരിറ്റിയും ഒക്കെ മാത്രമേ അതുവഴിയൊക്കെ പോകാറുള്ളൂ. പിന്നെയും പോകുന്നത് ഇതുപോലെ വർത്തമാനം പറഞ്ഞു പോകുന്ന കൂട്ടുകാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുള്ളൂ. അതും അധികം എപ്പോഴും ഒന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ആളുകൾ അതിലേക്കൂടെ പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വഴിയും ആ പ്രദേശങ്ങളുമൊക്കെ എപ്പോഴും ആളൊഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഇതൊരു കാട് പോലെയാണ് ഇൻഫോ പാർക്കിൻ്റെ കോമ്പൗണ്ട് നിൽക്കുന്നത്. ചുറ്റും വലിയ മരങ്ങളും പൊന്തക്കാടുകളും ഒക്കെ ആയി നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചായയൊക്കെ കുടി കഴിഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് കൂട്ടുകാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് വളരെ വളരെ ആയാസരഹിതമായിട്ട് വളരെ സന്തോഷത്തോടെ മറ്റൊന്നും ശ്രദ്ധിക്കാനില്ലാതെ വണ്ടിയുടെ തിരക്കോ ആളിൻ്റെ ബഹളമോ ഒന്നുമില്ലാതെ നമുക്ക് നടക്കാനും കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടമാണ്. അപ്പോൾ ഞങ്ങൾ അന്നൊരു 3 പേര് വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പതിവ് പോലെ നടക്കാൻ ഇറങ്ങി. സാധാരണ കൂടുതൽ ആ ബിൽഡിങ്ങിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ച് വീണ്ടും ഓഫീസിൽ കയറി പണിയുകയാണ് പതിവ്. ഇന്നെന്നാൽ ആ KSEBയുടെ സബ്സ്റ്റേഷനിലേക്ക് നീളുന്ന ആ വഴിക്ക് ഒന്ന് പോയിട്ട് വരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൂടി ആ വഴിയിലൂടെ അങ്ങ് നടക്കുകയാണ്. അങ്ങനെ ആ വഴിയിലേക്ക് KSEBയുടെ സബ്സ്റ്റേഷനിലേക്ക് നീളുന്ന വഴിയിലേക്ക് നടക്കുന്നതിനിടയ്ക്ക് മിഥുൻ പറഞ്ഞ് നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ. ഏതാണ്ടൊരു 1/2 കിലോമീറ്ററോളം വൺ സൈഡ് ദൂരമുണ്ട് ആ റോഡിന്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു റെഡി. കൂടെ ഉണ്ടായിരുന്ന അർജുൻ അപ്പം പറഞ്ഞു ഞാനില്ല, നിങ്ങൾ ഓടിക്കോ, ഞാൻ നടന്നു വന്നോളാം എന്ന്. എന്തായാലും ഞാനും ചങ്കും, അതായത് മിഥുനെ ഞങ്ങൾ വിളിക്കുന്നത് ചങ്കെന്നാണ്, ഞാനും ചങ്കും കൂടെ ഓടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഓടാൻ തയ്യാറായി. 1 2 3 പറയാൻ അർജുനും, ഓടാൻ തയ്യാറായി ഞങ്ങൾ നിന്നു. വലിയ കൊട്ട മത്സരമൊക്കെ നടക്കുമ്പോൾ നിൽക്കുന്ന പോലെ തന്നെ ഞാനും ചങ്കും റോഡിലേക്ക് കൈയൊക്കെ കുത്തി അങ്ങനെ നിൽക്കുകയാണ്, തയ്യാറായി നിൽക്കുകയാണ്. അർജുൻ 1 2 3 പറഞ്ഞതും ചങ്ക് പയ്യെ ഓടി തുടങ്ങി. ഞാനപ്പോൾ അവരെ പുറകിൽ നിന്ന് വിളിച്ചു, നിൽക്ക് 3ൻ്റെ ഒപ്പം ഓടുക, 3 കഴിഞ്ഞിട്ട് ഓടുമോ. അറബി മൊട്ടകം P മാധവൻ നായർ എന്ന സിനിമയ്ക്കകത്ത് മുകേഷ് അടിക്കുന്ന ഒരു ഡയലോഗ് മാറ്റിയടിച്ചൊരു ചെളിയടിക്കാൻ നോക്കിയതാണ് ഞാൻ. ഓടാൻ തുടങ്ങിയ ചങ്ക് നിന്നു. വീണ്ടും ഓടാനായി തയ്യാറായി. 3ൻ്റെ ഒപ്പം പിടിക്കാമെന്നും പറഞ്ഞ് അർജുനും മുന്നോട്ട് കയറി നിന്ന് 1 2 3 പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ മുന്നിലൂടെ അർജുൻ ഓടാൻ തുടങ്ങി. അതുവരെ ഓടണില്ല എന്ന് പറഞ്ഞു നിന്ന ആളാണത്. എന്തായാലും 2 സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ. അർജുൻ്റെ ചെരുപ്പിൻ്റെ മുൻഭാഗം റോഡിൽ ഉരഞ്ഞ് തട്ടിത്തെറിച്ചു പോകും പോലെ അർജുൻ തെറിച്ചു വീഴുവാണ്. ഞാനും ചങ്ക് ഓടിച്ചെന്ന് അർജുനെ പിടിച്ചെണീപ്പിച്ചു. അർജുൻ്റെ മുഖത്താകെ ഒരു ചമ്മലുണ്ടായിരുന്നു. അവൻ്റെ 2 കൈയുടെയും കാലിൻ്റെയും മുട്ടുപൊട്ടി നല്ലപോലെ തൊലി പോയി. മുന്നിലെ ഒരു പല്ല് റോട്ടിലിടിച്ച് അതിൻ്റെ ഒരു ചെറിയ പീസ് ഒടിഞ്ഞു. പുതുതായി ഇട്ടുകൊണ്ട് വന്ന ഉടുപ്പ് കീറി, ചെരുപ്പ് പൊട്ടി. അങ്ങനെ ആകെ മൊത്തം കുഴപ്പം. ഈ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും വേറൊരു കുഴപ്പമുണ്ട്. ഇനി ഓഫീസിൽ എന്ത് പറയും? ചായ കുടിക്കാൻ ഇറങ്ങിയതാ, ഓടാൻ പോയി ഓഫീസിൽ പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. ചായ കുടിക്കാൻ വേണ്ടി നടന്നങ്ങ് പോയപ്പോൾ സ്ലാബിൽ തട്ടി വീണു എന്ന് പറയാൻ പ്ലാൻ ചെയ്യുന്നു. അർജുനാണെങ്കിൽ നല്ല വേദനയുണ്ട്, അതിൽ കൂടുതൽ നാണക്കേടും ഉണ്ടാവാന്. എന്തായാലും ഞാനും ചങ്കും കൂടെ ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ അർജുൻ തട്ടി വീണു എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാനുള്ള പെർമിഷൻ വാങ്ങി ഞങ്ങൾ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പോകുന്ന വഴിക്കൊക്കെ അർജുന് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഓടി വീണതാണെന്ന് പറയരുതെന്ന്. ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ആശുപത്രിയിൽ പോയി മുറിവൊക്കെ വെച്ച് കെട്ടി ക്ലീനാക്കി. അർജുനെ അന്ന് വൈകുന്നേരം മറ്റൊരു കൂട്ടുകാരൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഒരാഴ്ച അർജുൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു. ആ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ കഥകളെല്ലാം ഓഫീസിൽ പാട്ടായി. അന്നു മുതൽ അർജുന ഓടി വീണ സ്ഥലത്തിന് അർജുൻ മുക്ക് എന്ന പേരുമിട്ടു.